ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX UI Mania. നമുക്കെല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രിയിൽ ഒരുപാട് നോ കോഡ് വെബ്സൈറ്റ് ബിൽഡേഴ്സ് ഉണ്ട്. അതായത് ഒരു ലൈൻ കോഡ് പോലും നമുക്ക് എഴുതാൻ അറിയില്ലെങ്കിലും സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കുറേ പ്ലാറ്റ്ഫോമുകൾ. ഓക്കെ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റാണ് ഫ്രെയിമർ എന്ന് പറയുന്നത്. ഫ്രെയിമർ.com വളരെ ഫേമസ് ആണ്. ഇന്ന് ഇൻ്റർനാഷണലി ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. എന്നിരുന്നാലും ഫ്രെയിമറിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കൃത്യമായിട്ടൊരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് വിത്തിൻ സെക്കൻഡ്സ് ഉണ്ടാക്കി തരുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഫ്രെയിമർ.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് വരിക. ഫ്രെയിമർ.comൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ആ വെബ്സൈറ്റ് തീർച്ചയായിട്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്താണ്, എങ്ങനെയാണ് ആ നോക്കൗട്ട് വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഉള്ളത് നല്ല രീതിയിൽ വെബ്സൈറ്റ് നോക്കി ഒന്ന് പഠിക്കുക. അതിൻ്റെ പ്രൈസിങ്, എല്ലാ കാര്യങ്ങളും, ഡീറ്റെയിൽസ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾ ആദ്യമായി ഇത് ചെയ്യേണ്ടത് റൈറ്റ് ടോപ്പിലായിട്ട് പോയി സൈനപ്പ് എന്ന് പറയുന്ന ബട്ടണിലൂടെ നമ്മുടെ ഇമെയിൽ ID കൊടുത്തുകൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഓൾറെഡി ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിവിടെ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലൊരു പേജിലേക്ക് വരും. നമുക്ക് ഇവിടെ നിങ്ങളുടെ Gmail വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ വെച്ചിട്ടോ നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ ഇമെയിൽ ID വെച്ച് ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ മെയിൽ IDക്കകത്ത് ഒരു ഇൻബോക്സിൽ ഒരു മെയിൽ അവർ അയച്ചു തരും. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് വേണം നമ്മളിതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID ഓപ്പൺ ചെയ്ത് അതിൽ വന്ന മെയിലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ഫ്രെയിമറിൻ്റെ ഒരു എഡിറ്റർ പേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു മെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു എഡിറ്ററിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് വിത്ത് AI എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഏരിയ ചോദിക്കും. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ChatGPTയിലൊക്കെ തന്നെ എൻ്റർ ചെയ്യുന്നത് പോലെ കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റ്സുകൾ കൊടുത്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നമ്മുടെ ആവശ്യകത എന്താണോ അത് ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാൻ, അതായത് കൃത്യമായിട്ടൊരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ട് ഫ്രെയിമർ നമ്മളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതും കൂടെ നമ്മളെ പരിചയപ്പെടുത്താം. അതാണ് prompts.framer.ai എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റുകളുടെ മറ്റുമൊക്കെ പ്രോംപ്റ്റ്സുകൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പോലെ തന്നിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കോപ്പി പ്രോംപ്റ്റ്സ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുപയോഗിച്ച് അതേ പ്രോംപ്റ്റ്സ് തന്നെ വേണമെങ്കിൽ നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തുകൊണ്ട് വന്ന് ഇവിടെ നേരിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അവരുടെ ആ കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരണം ആ ഒരു പ്രോംപ്റ്റിനെ എഡിറ്റ് ചെയ്ത് നമ്മുടെ ഓൺ പർപ്പസിലേക്ക് മാറ്റിക്കൊണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് പ്രോംപ്റ്റ്സിലായിട്ട് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് തൽക്കാലം ഏതെങ്കിലും ഒരു പ്രോംപ്റ്റ് തൽക്കാലം ആദ്യമേ കോപ്പി ചെയ്തെടുത്ത് ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടുന്ന് ഒരു പ്രോംപ്റ്റ് കോപ്പി ചെയ്തു ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. Ctrl+V പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അതേ അടിസ്ഥാനത്തിൽ റൈറ്റ് ടോപ്പിൽ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് ആ കൊടുത്ത പ്രോംപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കായിട്ട് ആ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ സ്വന്തം ഭാവനയിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഭാവനയിലായിരിക്കും ആ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. മാത്രം നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിന് ആനുപാതികമായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കിയാൽ കാണാം ജനറേറ്റിംഗ് യുവർ പേജ് എന്ന് പറഞ്ഞുകൊണ്ട് ലോഡിങ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ പേജസുകളും, അതായത് റെസ്പോൺസീവ് ബിഹേവിയർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡെസ്ക്ടോപ്പ് വ്യൂ, അതുപോലെ തന്നെ ടാബ്ലറ്റ് വ്യൂ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് മൊബൈൽ വ്യൂ, ഇത്രയും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഒരേ സമയത്ത് തന്നെ അത് നിർമ്മിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് റെസ്പോൺസീവായിട്ട് കിട്ടുന്നതും. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള, അത് നമുക്കായി തരുന്ന ആ ഒരു ഫ്രീ ആയിട്ടുള്ള ക്വിക്ക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജനറേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ജനറേറ്റ് കഴിഞ്ഞാൽ ഉടനെ റൈറ്റ് ടോപ്പിലായിട്ടൊരു പോപ്പപ്പ് വരും. അവിടെ നമുക്ക് ഒരു ഡൊമൈൻ നെയിം ഇവിടെ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ആ ഡൊമൈൻ നെയിം .framer.ai എന്നുള്ളതായിരിക്കും ആ ഉണ്ടാകുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. അതിന് വരെ ഇവിടെ നമുക്ക് എന്തെങ്കിലും കസ്റ്റമായിട്ട് നിങ്ങളുടെ സ്വന്തം പേര് കൊടുക്കണമെങ്കിൽ ഇവിടെ പേര് ട്രൈ ചെയ്ത് നോക്കാം. അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ പേര് ഓൾറെഡി എടുത്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് അവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഈ ഒരു നെയിമിൽ അവരുടെ ഫ്രെയിമറിൻ്റെ പേരോട് കൂടിയ ഒരു വെബ്സൈറ്റ് നമുക്ക് ലഭിക്കും. ഇനി അതല്ല, നിങ്ങൾക്കിത് പേ ചെയ്ത് മേടിക്കണമെങ്കിൽ ഇതിൽ പ്രൈസിങ് പ്ലാൻ ഉണ്ട്. പേയ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ഡൊമൈൻ മേടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്ലേ ബട്ടൺ ടോപ്പിൽ ആ പ്രിവ്യൂ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് റിയലി കാണുന്നതെന്നുള്ളതിൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ ആ കാണുന്ന റെസൊല്യൂഷനിൽ എങ്ങനെയായിരിക്കും കാണുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ഒരു വെബ്സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് വെബ്സൈറ്റ് ഈ രീതിയിൽ കാണുന്നു. അത് ടാബ്ലറ്റിൽ പോകുമ്പോൾ ടാബ്ലറ്റിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു. ഫോണിൽ പോകുമ്പോൾ ഫോണിന് ആനുപാതികമായിട്ട് മാറുന്നു. അങ്ങനെ റെസ്പോൺസീവ് ആയിട്ടുള്ള
ഒരു സ്വഭാവത്തിൽ നമുക്കിവിടെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു വെബ്സൈറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കുന്ന വളരെ നല്ലൊരു അപ്ഡേഷനാണിത്. അപ്പോൾ ഇത്രയും നല്ലൊരു അപ്ഡേഷൻ ആണെങ്കിൽ കൂടിയും നമ്മളൊരു ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഓർത്തിരിക്കുക, ഇതെല്ലാം തന്നെ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഡിസൈൻസുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പ്രോപ്പർ യൂസേജിന് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോപ്പർ വർക്കിന് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല, ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ടൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ചില വെബ്സൈറ്റുകൾ നമുക്ക് പരീക്ഷിക്കാമെങ്കിൽ കൂടിയും റിയലായിട്ട് ഒരു യൂണിക്കായിട്ടുള്ളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ എന്ന് പറയുന്നത് കൃത്യമായും റിസർച്ച് ചെയ്ത് കൃത്യമായും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടുന്ന, നമ്മൾ കൊടുക്കുന്ന ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടുന്ന വെബ്സൈറ്റുകളാണ്. എന്നിരുന്നാലും ഇത്രത്തോളം സമയം സേവ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് തീർച്ചയായിട്ടും ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നൊരു വീഡിയോ വളരെ പെട്ടെന്ന് ഇതുപോലൊരു പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ തന്നെ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രെയിമർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിക്കണം. ഇതിൻ്റെ ഈ ഒരു പുതിയ ഈ ഒരു AI ഒരു അപ്ഡേഷൻ മാത്രമല്ലാതെയും നിങ്ങൾക്ക് നോ കോഡ് വെച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള വെബ്സൈറ്റുകൾ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഫ്രെയിമർ തരുന്നുണ്ട്. അപ്പോൾ ഫ്രെയിമർ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കാനും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വെബ്സൈറ്റുകൾ പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കി പബ്ലിഷ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ആവും. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ്സ് ഡിസൈനേഴ്സ് ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളെല്ലാം ഈ ഒരു വീഡിയോ ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.